നമസ്കാരം, ഗ്ലോബൽ മില്ലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3-4 മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മെയ് ഇൻഡേക്കൊക്കെ സമയത്ത് UK-ലേക്ക് എത്തിയ കുറച്ച് പെൺകുട്ടികൾ, കുറച്ച് വിദ്യാർത്ഥിനികൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി. അവർക്കുണ്ടായ അക്കോമഡേഷൻ മൂലം ഉണ്ടായ ഒരു സ്കാമിൽ അവരനുഭവിച്ച പ്രശ്നങ്ങൾ ഞാനോട് ഷെയർ ചെയ്യാനിടയായി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കുക. അതുപോലെ തന്നെ UK-ലേക്ക് ഇപ്പോൾ ഈ സെപ്റ്റംബറിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അവരെയും കൂടെ ഈ കാര്യങ്ങളൊന്ന് ഇൻഫോം ചെയ്യുക. അവർ ഈ കാര്യം സുരക്ഷിതമായിട്ടിരിക്കാൻ ഉള്ള കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ചാനലുകൾ കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാർത്ഥികൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഓൾറെഡി UK-ലുണ്ട്. ഇവർക്ക് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നാട്ടിൽ ഓൾറെഡി കാശ് കൊടുത്തിട്ടുണ്ട്, ഒരു ഏജൻറ്റിന് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഏജൻറ്റ് ഇവർക്ക് അക്കോമഡേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവർ ഒരു ബാച്ച് 3 പെൺപിള്ളേർ ചേർന്നിട്ട് ഒരു വീടിനാണ് അഡ്വാൻസ് കൊടുത്തു. ഫസ്റ്റ് മന്തിലെ റെൻറ്റും കൊടുത്തു. അത് നാട്ടിലെ INR ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പീസായിട്ടാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. നാട്ടിലാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം അവർ UK-ലേക്ക് എത്തുകയും UK-ലെത്തിയതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചിട്ട് കോൺടാക്റ്റ് എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. അതേപോലെ തന്നെ UK-ലെ ഒരു റെഫറൻസ് നമ്പറായിരുന്നു UK-ലെ ഒരു കോൺടാക്ട് നമ്പറായിരുന്നു അവർ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആയിട്ട് കൊടുത്തിരുന്നത്. അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇവർ UK-ൽ വന്നതിന് ശേഷം UK-ൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, കാരണം പെൺകുട്ടികളാണ്, നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വന്നവരാണ്. അങ്ങനെ ഇവർ വന്ന് UK-ൽ എത്തിയതിന് ശേഷം ആ ഒരു ദിവസം തീരുന്നതിന് മുമ്പാണ് അവർക്ക് മനസ്സിലായത് ഇതേപോലെ തന്നെ 3-4 ബാച്ച് ആളുകൾ, അതായത് ഒരു 12-15 ആളുകൾ, ഇതേപോലെ പെൺകുട്ടികൾ ഇതേപോലത്തെ സ്കാമിനകത്ത് പെട്ടിട്ട് UK-ൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ആ സമയത്ത് UK-ൽ ഉണ്ടായിരുന്ന കുറച്ച് മലയാളികൾ ചേർന്ന് ഹെൽപ്പ് ചെയ്തിട്ട് അവർക്ക് ചെറിയൊരു അക്കോമഡേഷൻ ഒരു ബാച്ചിന്, ഒരു പെൺകുട്ടിയുടെ ആരോ ഫാമിലി റിലേറ്റീവ്സ് ആരോ ഒരു വീട് എടുത്തു കൊടുത്തു. പക്ഷേ ആ വീടെന്ന് പറയുന്നത് ഒരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും ഒരു കിച്ചണും ഉള്ള സ്ഥലമാണ്. അവിടെ പിന്നെ ഒരു ലോഞ്ചും ഉണ്ട്. ഈ ഒരു സ്ഥലത്ത് 15 പെൺകുട്ടികളാണ് ആ ഒരു 2-3 ആഴ്ച താമസിച്ചിരുന്നത്. ആ സമയത്ത് അവർ ഡെസ്പെറേറ്റായിട്ട് ഓരോ ആളുകളെയും കോൺടാക്ട് ചെയ്തിട്ട് വീട് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നെയും വിളിച്ച് അന്വേഷിച്ചു വീട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ തികച്ചും നിസ്സഹായനായിരുന്നു. കാരണം ഞാൻ താമസിക്കുന്ന ലീഡ്സിലാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ ചോദിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ പല ആളുകളും നാട്ടിൽ നിന്ന് അക്കോമഡേഷൻ ബുക്ക് ചെയ്ത് UK-ലേക്ക് വരുന്ന സാഹചര്യം കാണുന്നുണ്ട്. നാട്ടിൽ നിന്നാണ് കാശ് കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ UK-ൽ എത്തിയതിന് ശേഷം വഞ്ചിതരാവുകയാണെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് പ്രൂഫായിട്ട് കൊടുക്കാനോ മറ്റൊന്നുമില്ല. UK-ലെ പ്രൂഫ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രോപ്പറായിട്ട് ആളുകളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആരാണിത് ചെയ്യുന്നതെന്ന് അറിയാതെ വെറുതെ കാശ് കൊണ്ട് കളയാതിരിക്കുക. അത് മാത്രമല്ല, കാശ് പോകുന്നത് ശരിക്കും ഈ പറയുന്ന ഇവിടെ വന്ന് പെട്ട് നിന്ന ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സെക്കൻഡറി ആയിരുന്നു. കാശ് എപ്പോൾ തിരിച്ച് കിട്ടും എന്നുള്ളത് സെക്കൻഡറി ഓപ്ഷൻ ആയിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് താമസിക്കാൻ വീടില്ല. അതും പ്രത്യേകിച്ച് ഈ സെപ്റ്റംബറിൽ വരുന്ന ആളുകൾ വരുമ്പം ഈ സെപ്റ്റംബറിൽ ഭയങ്കര തണുപ്പുള്ള സമയമാണ്. ഇപ്പോൾ ഓൾറെഡി തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 13 ഡിഗ്രിയാണ്. ഇനി അത് താഴോട്ട് പോത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയും തണുത്ത ടെമ്പറേച്ചറിലേക്ക് വരുമ്പം തെരുവിൽ അലഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാതിരിക്കുക. അപ്പം ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ വർഷങ്ങളായിട്ട് സ്റ്റുഡൻസിനോട് റെക്കമെൻഡ് ചെയ്യുന്ന എനിക്കറിയാവുന്ന പ്ലാറ്റ്ഫോമിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഒരുപാട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള UK-ലെ അക്കോമഡേഷൻ കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് UK-ൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എനിക്കറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പ്ലാറ്റ്ഫോമിൽ ഒരു ആംബർ സ്റ്റുഡൻ്റ് എന്നാണ്. പ്രൊമോഷൻ എന്നുള്ളതിനെക്കാട്ടിലും അപ്പുറം തികച്ചും ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ റെഫറൻസ് ത്രൂ ആംബർ സ്റ്റുഡൻറ്റ് ത്രൂ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ UK-ലേക്ക് വന്നവരുണ്ട്. അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടും ആ റെഫറൻസുകൾ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും പല സമയങ്ങളിൽ അവരെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. UK-ൽ ഒരുത്തപ്പെട്ട എല്ലാ സിറ്റികളിലും എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അടുത്തും ഇവർക്ക് അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ UK-ലേക്ക് ഏത് സ്ഥലങ്ങളിലേക്ക് വരുവാണെങ്കിലും ഇവരുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1-to-1 പേഴ്സണലൈസ്ഡ് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും നിങ്ങളുടെ ക്വയറീസ് എല്ലാം നോക്കുകയും നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനും പേപ്പർ വർക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് UK-ലെ തന്നെ കാശെല്ലാം കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹാസൽ ഫ്രീ ആയിട്ട് UK-ലേക്ക് വരാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അവരുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പക്ഷേ അതർ ദാൻ ദാറ്റ് ഇപ്പം ഞാൻ ആംബർ സ്റ്റുഡൻറ്റിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് UK-ലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉറപ്പുള്ള, നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തിയാണെന്ന് തോന്നുന്ന പ്ലാറ്റ്ഫോമുകളിൽ കൂടെ മാത്രം അക്കോമഡേഷൻ ബുക്ക് ചെയ്യുക. ഇൻ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നിങ്ങൾക്ക് Airbnb പോലത്തെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെ ടെമ്പററി ആയിട്ടുള്ള അക്കോമഡേഷൻ 1 മാസത്തേക്കൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ UK-ലേക്ക് പഠിക്കാൻ വരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് UK-ലേക്ക് പല ലക്ഷ്യങ്ങളോടെയും പല മോഹങ്ങളോടെയും ഒരുപാട് ഡിഫിക്കൽട്ടീസ് എല്ലാം ഫേസ് ചെയ്തതിന് ശേഷമായിരിക്കും UK-ലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആദ്യത്തെ UK അനുഭവം എന്ന് പറയുന്നത് UK-ലെ തെരുവിൽ കിടക്കുക എന്നുള്ളൊരു സാഹചര്യമാണ്
വരുന്നതെങ്കിൽ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. നിങ്ങൾക്കൊരു ഡിപ്രഷൻ ഉണ്ടാവാനും അതേപോലെ ഒരു ഹോം സിക്നെസ് ഉണ്ടാവാനും ഒക്കെ ഒരുപാട് നിങ്ങളുടെ പേഴ്സണലി അഫക്റ്റ് ചെയ്യും. UK-ലെത്തിയ പല വിദ്യാർത്ഥികളും ഇപ്പോഴും അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഹോം സിക്നെസ്സും അതേപോലെ ഡിപ്രഷനും ഒക്കെ. സിവിയർ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ UK-ലുണ്ട്. ഒന്നാമത് വിറ്റാമിൻ ഡിയുടെ കുറവ്, അതേപോലെ തണുത്ത കാലാവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങളിലേക്കും കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ പിഴച്ചാൽ നിങ്ങളുടെ ലോങ് ടേം UK-ലെ ഒരു ഗോളിനെ അല്ലെങ്കിൽ ലോങ് ടേം UK-ലെ ഒരു ലൈഫിനെ നിങ്ങളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒരു സഹോദരനെ പോലെ വളരെ സ്നേഹവും കെയറും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുവാണ്. അറിയാത്ത ആളുകൾക്ക് ദയവായിട്ട് കാശ് അയച്ചു കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ UK-ൽ ഇപ്പം പഴയ പോലല്ല, ഒരു 2-3 വർഷത്തിനേക്കാളും മുമ്പ് ആർക്കെങ്കിലും പരിചയമുള്ള ഒരാളെങ്കിലും UK-ൽ ഇല്ലാതിരിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു നാട്ടിലോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലോ അറിയാത്ത ഒരാൾ പോലും UK-ൽ ഉണ്ടാതിരിക്കത്തില്ല. കാരണം അത്രയധികം സാച്ചുറേറ്റഡായി UK-യുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളെ കൊണ്ട് വിട്ട് തിരക്കിപ്പിക്കുക, നേരിട്ട് പോയി ആ സ്ഥലം കണ്ട് ഓക്കെ ആയതിനു ശേഷം മാത്രം കാശ് കൊടുക്കുക. അല്ലാതെ ഫോണിൽ കൂടെ പറയുന്നതോ ഫോട്ടോയിൽ കണ്ട് സംസാരിക്കുന്നതോ മാത്രം വിശ്വസിച്ചിട്ട് ആളുകൾക്ക് അധികം കാശ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. പിന്നെ റിസ്ക് എടുക്കുന്ന ആളുകളുണ്ട്. ചിലത് ശരിയാവും. പണ്ടൊരു വൈറലായ വീഡിയോയിൽ പറഞ്ഞ പോലെ ചിലത് ശരിയാവും, ചിലത് ശരിയാവത്തില്ല. അപ്പോൾ നിങ്ങളുടെ ശരിയാവും എന്നുള്ള റിസ്ക് നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ തികച്ചും മനസ്സിലാക്കി വെക്കുക. ടെമ്പററി ആയിട്ടെങ്കിലും ഈ പറഞ്ഞ കുറച്ച് റേറ്റ് കൂടിയാലും പ്രോപ്പറായിട്ടുള്ള അക്കോമഡേഷൻ മാത്രം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, ആംബർ സ്റ്റുഡൻറ്റിന് ചീപ്പായിട്ടുള്ള അക്കോമഡേഷൻസും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ആംബർ സ്റ്റുഡൻറ്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അതല്ല, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2024 സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് UK-ലേക്ക് കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആത്മാർത്ഥമായ സ്നേഹവും സ്വാഗതവും ഞാൻ അറിയിക്കുന്നു. UK-ൽ വന്നിട്ട് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാനും ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഒരു വെപ്രാളങ്ങൾക്കും ബഹളങ്ങൾക്കും എല്ലാം അപ്പുറം പ്രോപ്പറായിട്ടൊരു ജോലി കണ്ടെത്താനും UK-ൽ സെറ്റിൽ ആവാനും ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് മലയാളികൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. വീഡിയോ എൻ്റെ പേര് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായിട്ട് അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിലാണ് ഗുഡ് ബൈ.